എല്ലാ കൂട്ടുകാർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു കരിക്ക് പുഡിങ്ങാട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനാവശ്യമായ സാധനങ്ങൾ: ഒരു കരിക്ക്, 20 ഗ്രാം ചൈന ഗ്രാസ്, 1/2 ലിറ്റർ പാല്, ആവശ്യത്തിന് പഞ്ചസാര, കുറച്ച് വാനില എസൻസ്, അത്രയും മതി കേട്ടോ. അതിൽ 10 ഗ്രാം ചൈന ഗ്രാസ് ഞാൻ എടുത്തിട്ട് അത് ചെറിയ പീസുകളാക്കി ബൗളിലിട്ടിട്ട് നമ്മൾ കരിക്ക് വെള്ളമില്ലേ അത് അതിലേക്ക് ഒഴിച്ച് സോക്ക് ചെയ്യാൻ വെക്കുക. കുറച്ച് നേരം സോക്ക് ചെയ്ത് വെക്കുകയെന്ന് വെച്ചാൽ അത് നല്ല രീതിയിൽ കാച്ചുമ്പം പെട്ടെന്ന് അത് അലുത്ത് നല്ല മെൽറ്റായിട്ട് കിട്ടും കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് നേരത്തെ അത് വെച്ചത്. പിന്നെ നമ്മൾ കരിക്കില്ലേ, ആ കരിക്കിലേക്ക് കുറച്ച് പഞ്ചസാരയും പാലും കൂടെ ചേർത്തിട്ട് നല്ല പോലെ പേസ്റ്റ് പോലെ അടിച്ച് മാറ്റി വയ്ക്കുക. പിന്നെ നമ്മളുടെ ആ ചൈന ഗ്രാസ് നല്ലതുപോലെ കാച്ചുക. നല്ല കാച്ചി അതിലെ കട്ടകളെല്ലാം മാറി നല്ല സോഫ്റ്റായിട്ട് വരും കേട്ടോ, വെള്ളം പോലെ വരും. അത് അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും ഒരു പ്ലേറ്റിൽ നെയ്യ് തടവിയിട്ട് അതിലേക്ക് നമ്മൾ ഈ ഇത് ഒഴിച്ച് ആറാൻ വയ്ക്കുക കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ ബാക്കി 10 ഗ്രാം ചൈന ഗ്രാസ് ഇല്ലേ, 20 ഗ്രാമില്ലേ, അതും കൂടി ഇതുപോലെ ചെറിയ പീസുകളാക്കി അത് പാലിൽ ബാക്കി ഉണ്ടായ പാലില്ലേ 1/2 ലിറ്ററിൽ കുറച്ചേ നമ്മൾ എടുത്തിട്ടുള്ളൂ, ബാക്കി അതിലേക്ക് ഒഴിച്ച് അതും കുതിരാൻ വയ്ക്കുക. കുതിർന്ന് കഴിയുമ്പോഴത്തേക്ക് കുറച്ച് നേരം വെച്ചാൽ നല്ലതായിരിക്കും. എന്നിട്ട് അത് നമ്മൾ കാച്ചി നല്ലതുപോലെ കാച്ചുക. ആ സമയത്ത് ഇത് സെറ്റായി കഴിയുമ്പോൾ ഞാൻ ചെറിയ പീസുകളായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തു. എൻ്റെ ഈ ചാനൽ കാണുന്നവർ എനിക്ക് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കണ്ടോ ഇത് നല്ല ക്രിസ്റ്റൽ പോലെ നല്ല രസമായിട്ടാണ് കാണാൻ, കഴിക്കാനും നല്ലതാണ്, നല്ല ടേസ്റ്റാണ്, ചുമ്മാ കഴിച്ചാലും നല്ലതാണ്. അപ്പം അതങ്ങനെ ഇതാക്കി മാറ്റി വയ്ക്കുക. പിന്നെ നമ്മൾ പാല് കാച്ചണില്ലേ അതിലേക്ക് ഒരു പിഞ്ചുപ്പും കുറച്ച് പഞ്ചസാരയും കുറച്ച് വാനില എസൻസും, പഞ്ചസാര ഒരു 2-3 ടേബിൾ സ്പൂൺ നമ്മുടെ മധുരത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. വാനില എസൻസ് ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്യുക. അതിനുശേഷം ആ കരിക്കുണ്ടല്ലോ അതും അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അത് വന്നിട്ട് നല്ലതുപോലെ കാച്ചി നല്ല ഇതായിട്ടോ. അന്ന് അതിലേക്ക് നമ്മൾ ഏത് പാത്രത്തിലാണോ നമ്മൾ സെറ്റ് ചെയ്യാൻ വെച്ചാൽ ആ പാത്രത്തിലേക്ക് നമ്മൾ നമ്മുടെ ക്രിസ്റ്റലില്ലേ അതെല്ലാം വാരി ഇട്ടിട്ട് അതിലേക്ക് നമ്മൾ ആ കാച്ചിയ പാലും അതിലേക്ക് ചേർക്കുക. മൊത്തം ചേർത്ത് അതും ഇതുപോലെ ആറാൻ വെക്കണം കേട്ടോ. ആറി കഴിയുമ്പോഴത്തേക്കും നമ്മളൊരു 2 മണിക്കൂറോ 3 മണിക്കൂറോ മതി ഫ്രിഡ്ജിൽ ഒന്ന് തണുക്കാൻ വയ്ക്കുക. ഫ്രീസറിൽ വെക്കേണ്ട, താഴെ വെച്ചാൽ മതി. തണുത്ത് കഴിയുമ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇപ്പം നല്ല സ്റ്റിഫായിട്ടിരിക്കണമെങ്കിൽ ചൈന ഗ്രാസിൻ്റെ അളവ് കൂട്ടിയാൽ മതി കേട്ടോ. ഇതിപ്പോൾ എനിക്ക് ഇത്തിരി സോഫ്റ്റ് ആയതാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ അത്രയും എടുത്തത്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് നല്ല അടിപൊളി പുഡിംഗ് ആട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും.